സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിനുള്ളിൽ ചർച്ചകളും ചരടുവലികളും സജീവം. ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തുന്ന AICC നിരീക്ഷകർ നിയുക്ത MLA-മാരെ കാണും. വിമാനത്താവളത്തിലെത്തുന്ന നിരീക്ഷകർക്ക് മുന്നിൽ ശക്തി പ്രകടനമാണ് കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ ആഹ്വാനം. വോട്ടേഴ്സിന് നന്ദി പറഞ്ഞുള്ള VD സതീശന്റെ മണ്ഡല പര്യടനം തുടരുകയാണ്. അതിനിടെ ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. 50-ലേറെ MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ അവകാശവാദം. കോൺഗ്രസിന്റെ നിർണായക നിയമസഭാ കക്ഷി യോഗം നാളെ ചേരും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. വിഷ്ണു, എന്തായാലും കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രി എന്നുള്ളത് തന്നെയാണ് ചർച്ച. AICC നിരീക്ഷകർ ഇന്ന് കേരളത്തിലെത്തും. അവർ MLA-മാരെ വ്യക്തിപരമായി ഓരോരുത്തരെയും കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ടാണ് കേരളത്തിൽ AICC നിരീക്ഷകർ എത്തുക. അവർ MLA-മാരെ ഓരോരുത്തരെയും കാണും. വിമാനത്താവളത്തിലെത്തുന്ന നിരീക്ഷകർക്ക് മുന്നിൽ ശക്തി പ്രകടനം നടത്താനാണ് കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ ആഹ്വാനം. എന്തായാലും ആർക്കാണ് അതിൽ മുൻതൂക്കം എന്നുള്ളത് കാണിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഈ അണികളുടെ ഈ പ്രകടനം ഉണ്ടാകുക. അത്തരത്തിൽ മുദ്രാവാക്യം വിളികൾ ഉണ്ടാകുക. VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ആ കസേരയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ആ നറുക്ക് മുഖ്യമന്ത്രിയുടെ നറുക്ക് ആർക്ക് വീഴും എന്നുള്ളതിൽ മാത്രമാണ് ഇനി അത് അറിയാനുള്ളത്. ഡൽഹിയിൽ ഇന്നലെ KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല അവിടെ എത്തിയിരുന്നു. ഖർഗയെ കണ്ടിരുന്നു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ആരാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച. ഇപ്പോൾ വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ AICC നിരീക്ഷകർ ഇന്ന് എത്തുകയാണ്. അവർക്ക് മുന്നിൽ ശക്തി പ്രകടനം നടത്താൻ തന്നെയാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം. അവർ ഓരോ MLA-മാരെയും കാണും, അല്ലേ? യെസ്, വോട്ടേഴ്സിന് നന്ദി പറഞ്ഞുള്ള VD സതീശന്റെ മണ്ഡല പര്യടനവും ഇപ്പോൾ തുടരുകയാണ്. ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 50-ലേറെ MLA-മാരുടെ പിന്തുണയുണ്ടെന്ന KC വേണുഗോപാൽ പക്ഷത്തിന്റെ അവകാശവാദമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KC വേണുഗോപാൽ ഇന്നലെ ഡൽഹിയിലുണ്ടായിരുന്നു. അവിടെ അനൂപ്, ഇന്ന് രാവിലെയാണ് മഹാരാഷ്ട്രയുടെയുമായി ബന്ധപ്പെട്ട പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് എത്തിയത്. ഡൽഹിയിലെത്തിക്ക് രമേശ് ചെന്നിത്തല മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും കണ്ടിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല എന്നതാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കൃത്യമായി തന്നെ തന്റെ നിലപാടുകൾ രമേശ് ചെന്നിത്തല നേതാക്കളെ അറിയിച്ചു എന്ന് മനസ്സിലാകുന്നു. കാരണം മുൻപ് തന്നെ താൻ പലതവണ പദവികൾ മറ്റ് നേതാക്കൾക്ക് വേണ്ടി മാറി നൽകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. 2021 പ്രതിപക്ഷ സ്ഥാനം താൻ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. അന്ന് MLA-മാരുടെ പിന്തുണയും തനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് താൻ അത് ഏറ്റെടുത്തില്ല. അപ്പോൾ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് താൻ അർഹൻ എന്നതാണ് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിരീക്ഷകർക്കൊപ്പമാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിരിക്കുന്നത്. 3:30 രമേശ് ചെന്നിത്തല മടങ്ങിയ വിമാനത്തിൽ തന്നെയാണ് കേരളത്തിലേക്കുള്ള AICC നിരീക്ഷകരും ഉള്ളത്. മുഗൾ വാസനിക്കും അതുപോലെ തന്നെ അജയ് മക്കൻ അടക്കമുള്ള നേതാക്കൾ ഈ വിമാനത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ നിരീക്ഷകരുമായും ഒരുപക്ഷെ രമേശ് ചെന്നിത്തല സംസാരിച്ചേക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ നിരീക്ഷകരെ ഹൈക്കമാൻഡ് നിയോഗിച്ചിരുന്നു. നാളെ MLA-മാരുമായി നിരീക്ഷകർ ചർച്ച നടത്തും. അതിനുശേഷം ആർക്കാണ് MLA-മാരുടെ പിന്തുണയുള്ളത് എന്ന കാര്യം കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കും. മുൻപ് പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നിരുന്നത്. രാജസ്ഥാനിലായാലും കർണാടകയിലായാലും MLA-മാരുടെ പിന്തുണ ആർക്കുണ്ടായിരുന്നു, കൂടുതലുണ്ടായിരുന്നോ അവരാണ് മുഖ്യമന്ത്രിയായി എത്തിയത്. ഇതാണ് KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആയി പറയുന്നത്. കാരണം രാജസ്ഥാനിൽ അന്ന് ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ MLA-മാരുടെ പിന്തുണ കൂടുതൽ അശോക് ഗെഹ്ലോട്ട് ഉണ്ടായിരുന്നു. പിന്നീട് അശോക് ഗെഹ്ലോട്ടിനെ അവിടെ മുഖ്യമന്ത്രിയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കർണാടകയിലാണെങ്കിൽ DK ശിവകുമാർ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് വിജയിപ്പിച്ചത്. പക്ഷേ MLA-മാരുടെ കൂടുതൽ പിന്തുണ സിദ്ധരാമയ്യക്ക് ലഭിച്ചതോടെ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എന്തായാലും നിരീക്ഷകർ നൽകുന്ന റിപ്പോർട്ടും MLA-മാരുടെ കൂടുതൽ പിന്തുണ ആർക്കാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. KC വേണുഗോപാലിന് കൂടുതൽ MLA-മാരുടെ പിന്തുണയുണ്ടെങ്കിൽ കേരളത്തിലേക്ക് അയക്കണമോ എന്ന കാര്യം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടിയായിരിക്കും തീരുമാനമുണ്ടാകുക. കാരണം സംഘടനാ ജനറൽ സെക്രട്ടറി
സെക്രട്ടറിയാണ്. അപ്പോൾ ഈ പദവിയിൽ നിന്ന് കെ സി വേണുഗോപാലിനെ അയക്കുകയാണെങ്കിൽ മറ്റൊരാളെ കൂടി സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിക്കേണ്ടി വരും. ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകണമെന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് അടിസ്ഥാനമായിരിക്കും. എന്തായാലും MLA-മാരുടെ അഭിപ്രായം പരിഗണിക്കാൻ നിരീക്ഷകർ കേരളത്തിലേക്ക് പോയിട്ടുണ്ട്. കൃത്യമായ വിലയിരുത്തലിന് ശേഷം ഉടനടി തന്നെ ഒരു തീരുമാനത്തിലേക്ക് പോകുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ചർച്ചകൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ തന്നെ കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നു. ഒരുപക്ഷെ 10-ാം തീയതിക്കുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ നടത്താനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത്. അത് തന്നെയാണ്. കേരളത്തിൽ എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകൾ കോൺഗ്രസിൽ തകൃതിയായി നടക്കുന്നുണ്ട്. 2 നിരീക്ഷകർ എത്തുമ്പോൾ അവരുടെ നിലപാട്, അവർ MLA-മാരെ കാണുമ്പോൾ അവരെടുക്കുന്ന നിലപാടുകൾ എന്തായാലും ഹൈക്കമാൻഡിനെ അറിയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.